കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുന്നു. അരുണാചൽ സ്വദേശി മിച്ചി മിറുപ്പുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണം വേണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ആരോപണ വിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തണമെന്നും ഇനി അടച്ചിട്ട മുറിയിൽ ചർച്ചയ്ക്കില്ലെന്നും വിദ്യാർത്ഥികൾ മാനേജ്മെന്റിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിനാണ് ചേരുന്നത്. ഇതാ ഒരു പ്രതികരണമുണ്ട്, അതാദ്യം കേൾക്കാം. ഇതൊരു കൃത്യമായ നഷ്ടപരിഹാരം കേസ് അന്വേഷണം ഇടം വരെയായി. ഒരു പബ്ലിക് അസംബ്ലിയോ ഒരു പ്രസ് മീറ്റിങ്ങോ പോലും മിനിമം വിളിച്ചിട്ടില്ല. ഏതൊരു സംഘടന ഒരു സംഭവം ഉണ്ടായി ഒരു പ്രസ് മീറ്റ് മിനിമം വിളിക്കും, അത് വിളിച്ചിട്ടില്ല. അതേപോലെ തന്നെ അടുത്ത മീറ്റിംഗ് കൂടി തീരുമാനിക്കാമെന്ന് പറഞ്ഞ കാര്യം ഒറ്റ രാത്രിയോട് തീരുമാനമുണ്ടാക്കി പോസ്റ്റ് ഇട്ടു. ഇതിലൊക്കെ വിദ്യാർത്ഥികൾ അസ്വസ്ഥരാണ്. ഈ വിഷയങ്ങൾ ഇപ്പോഴും പെൻഡിംഗ് ആണ്. ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ കോമ്പൻസേഷൻ വേണം, കേസ് അന്വേഷണം അവിടെ വരെ എത്തണം, പബ്ലിക് അസംബ്ലി വിളിക്കണം, മീഡിയനെ അഡ്രസ് ചെയ്യണം. ഇത്തരമുള്ള ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരു പെറ്റീഷനിലാക്കി നമ്മളിപ്പോൾ ഓൺലൈനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി നിങ്ങളുടെ അടുത്ത് പറയട്ടെ. നമ്മൾ പിള്ളേരെ റൂമിലേക്ക് വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുള്ള പേര് പ്രിൻസിപ്പൾ നടക്കില്ല. മീഡിയനെ അഡ്രസ് ചെയ്യട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പെറ്റീഷൻ വെക്കുന്നുണ്ട്. ഞങ്ങൾ ഇത് മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾ പെറ്റീഷൻ വെക്കുന്നുണ്ട്. ഇത് ഈ പബ്ലിക്കലി കാണവേ ഇത് സൈൻ ചെയ്ത് തരണം അധികാരികൾ. അതാണ് ഞങ്ങൾ ഇപ്പം മുമ്പോട്ട് വെക്കുന്നത്. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, രാവിലെ മുതൽ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം വിദ്യാർത്ഥികൾ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അവർ ഗേറ്റ് തള്ളി തുറന്ന് കോളേജിനകത്തേക്ക് പ്രവേശിച്ച് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു നിലയും ഉണ്ടായി. എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? പക്ഷേ നിലവിൽ കോതമംഗലം MA കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് വിദ്യാർത്ഥികൾ. നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ കോളേജ് ഗേറ്റിന് പുറത്ത് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുകയായിരുന്നു. തങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം. 10ഓളം ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് എഴുതി നൽകിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായൊരു മറുപടി പ്രിൻസിപ്പലിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. തങ്ങളെ, അതായത് അടച്ചിട്ട റൂമിലേക്ക് വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ നോക്കേണ്ടതില്ല, കൃത്യമായ മറുപടി തങ്ങൾ സമരം ചെയ്യുന്നിടത്ത് ഗേറ്റിന് മുന്നിലേക്ക് വന്ന് പ്രിൻസിപ്പളും മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളും ചേർന്ന് നൽകണം, ഇതിന്റെ സമാധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത്തരത്തിലൊരു ആവശ്യം നിർബന്ധമായ വിദ്യാർത്ഥികൾ ഉന്നയിച്ചതിന് പിന്നാലെ ഏറെ സമയം കഴിഞ്ഞ് പ്രതികരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി പിന്നീട് ചില മാറ്ററുകൾ എഴുതി തയ്യാറാക്കിക്കൊണ്ട് പ്രിൻസിപ്പൽ വന്ന് വിദ്യാർത്ഥികളോട് സംസാരിച്ചിരുന്നു. അതായത് കൃത്യമായ മറുപടി ഒരു കാര്യത്തിലും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. മരണമടഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള കോമ്പൻസേഷൻ നൽകുന്ന കാര്യം പരിഗണിക്കും. അത് മാനേജ്മെന്റ് ആ വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥിയുടെ കുടുംബത്തിനും, സ്വദേശിയായ വിദ്യാർത്ഥിയുടെ കുടുംബത്തിനും കോമ്പൻസേഷൻ നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ സേ പരീക്ഷ നടക്കാനിരിക്കുകയാണ്. ആ സേ പരീക്ഷ തൽക്കാലം നീട്ടിവെച്ചിട്ടുണ്ട്. ഓണത്തിന് ശേഷം അത് നടത്തുമെന്ന് വിദ്യാർത്ഥികളോട് അറിയിച്ചു. കൂടുതൽ പൈസ ഈടാക്കിയിട്ടുണ്ട്. ആ പൈസ ഈടാക്കിയത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രധാനമായും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് അതിന് കൃത്യമായ ഒരു മറുപടി മാനേജ്മെന്റ് നൽകിയിട്ടില്ല. പ്രിൻസിപ്പൾ നൽകാൻ തയ്യാറായില്ല. കുറച്ച് മറുപടികൾ അല്ലെങ്കിൽ ഒരു 10ഓളം പോയിന്റുകൾ എഴുതി തയ്യാറാക്കി അത് വന്ന് വായിച്ച് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അതോടുകൂടിയാണ് വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത്. പിന്നീടാണ് ഗേറ്റ് തുറന്ന വിദ്യാർത്ഥികൾ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഇപ്പോൾ ഉപരോധിക്കുകയാണ്. നിലവിൽ പോലീസ് കൂടി ഇടപെട്ട് സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കാരണം നിലവിൽ പ്രിൻസിപ്പൽ ഓഫീസിനുള്ളിലില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും പ്രിൻസിപ്പലിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെ 20ഓളം പേർ പങ്കെടുക്കുന്ന രീതിയിൽ ഒരു ചർച്ചയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിവൈഎസ്പി സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹം ഒരു ചർച്ച നടത്തി വിദ്യാർത്ഥികളുമായി കൂടി ഒപ്പം വരുന്ന സംസാരിച്ച് തീരുമാനമാക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് 5ഓളം പേരെയും പ്രതിനിധികളെയും കൂടി ഉൾപ്പെടുത്തി അധ്യാപക പ്രതിനിധികളും പ്രിൻസിപ്പളും ഉൾപ്പെടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു നിർദ്ദേശമാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും ചർച്ച തുടങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം നിലവിൽ പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിന് വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ചർച്ച അല്പസമയത്തിനകം ആ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ വിദ്യാർത്ഥികൾക്കുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇതിനൊരു തീരുമാനമാകും വരെ ഉയർത്താനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. കാരണം പ്രധാനമായി തന്നെ യൂണിവേഴ്സിറ്റി ഓട്ടോണമസ് കോളേജാണ് MA കോളേജ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഏകപക്ഷീയമായ രീതിയിൽ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന ഒരു ധാർഷ്ട്യം കോളേജ് മാനേജ്മെന്റ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ കൂടെ അല്ലാതെ അതിനേക്കാൾ ഉയർന്ന ക്രെഡിറ്റ് സ്കോർ കോളേജ് മാനേജ്മെന്റ് പറയുന്നത്. എന്നാൽ അവർ അതിന് പറയുന്ന ന്യായീകരണം വിദേശ സ്ഥാപനങ്ങളിലേക്ക്, വിദേശ സർവകലാശാലകളിലേക്കൊക്കെ പഠിക്കാനായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് കൂടി സഹായമാകുന്ന രീതിയിലാണ് ക്രെഡിറ്റ് സ്കോർ കോളേജ് സ്വതന്ത്രമായി ക്രെഡിറ്റ് സ്കോർ ഉയർത്തിയതെന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിനും പരിഹാരം ഉണ്ടായിട്ടില്ല. പ്രധാനമായും വിദ്യാർത്ഥികൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് എറണാകുളം സ്വദേശിയായ വിദ്യാർത്ഥി ഈ ക്രെഡിറ്റ് സ്കോറും അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദവും ഇയർ ബാക്ക് ആകുമെന്ന് ഭയന്ന് അതിന്റെ കൂടി സമ്മർദ്ദത്തിലാണ് വിദ്യാർത്ഥി ജീവനൊടുക്കിയതെന്നാണ് പറയുന്നത്. അതിൽ വിദ്യാർത്ഥിയുടെ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാനേജ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ കൂടി അതൊക്കെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമായിട്ട് മാത്രമാണ് വിദ്യാർത്ഥികൾ കാണുന്നത്. തന്നെയുമല്ല, പറഞ്ഞ കാര്യങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് പ്രിൻസിപ്പൽ പറയാൻ വന്ന കാര്യങ്ങൾ മാത്രം എഴുതി
എഴുതി വെച്ചത് അച്ചടിച്ച് തയ്യാറാക്കിയ കടലാസിൽ അത് വായിച്ച് പെട്ടെന്ന് തന്നെ മടങ്ങുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികൾ ഉന്നയിച്ച മറ്റ് ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകുകയും ചെയ്തില്ല. അതോടുകൂടിയാണ് പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ നിലവിൽ കോളേജിലെ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.